ഇന്ത്യയിലോ ലോകത്തോ ഒരു മുതലാളിത്ത സമൂഹത്തിലും സാധിക്കാത്ത, ഞങ്ങളെല്ലാം KSYF-ന്റെയും DYF-ന്റെയും പ്രവർത്തകരായിട്ട് നടക്കുമ്പോൾ നിരന്തരമായിട്ട് പ്രസംഗിച്ച ഒരു ദാർശനിക തലത്തിൽ പ്രസംഗിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മുതലാളിത്ത ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ. എപ്പോഴാണോ മുതലാളിത്തം അവസാനിക്കുന്നത് അന്ന് മാത്രമേ തൊഴിലില്ലായ്മ അവസാനിപ്പിക്കാനാവുള്ളൂ എന്ന് നിരവധിയായ യോഗങ്ങളിൽ ഞങ്ങളൊക്കെ പ്രസംഗിച്ചതാണ്. ഇപ്പൊ തിരുത്തുന്നു, അല്ല, നമുക്ക് പുതിയ മാർഗം കണ്ടെത്താം. മുതലാളിത്ത സമൂഹത്തിൽ സാധിക്കില്ല എന്നുള്ളത് ശരി, പക്ഷെ നമുക്ക് പുതിയ മാർഗം കണ്ടെത്താം, പുതിയ ബദൽ. ആ പുതിയ ബദലാണ് കേരളത്തിൽ നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് സമ്പത്തിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ സമ്പത്ത് വ്യവസ്ഥയുടെ അടിസ്ഥാനമെന്ന് ചൂണ്ടിക്കാണിച്ച പണാധിപത്യത്തിന്റെ സ്ഥാനത്ത് പുതിയ ഐഡിയോളജി, പുതിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ, അതിന്റെ ഭാഗമായിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ, പുതിയ കണ്ടെത്തൽ, ഇതിനെല്ലാം പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ നമുക്ക് കൈകാര്യം ചെയ്യാം. ഒറ്റ ഉദാഹരണം പറയാം, ഒരേ ഒരു ഉദാഹരണം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മാൻഹോൾ. മാൻഹോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ അകത്ത് കയറിയിട്ടാണ് പലരും മരിച്ചുപോയത്. അങ്ങനെ കോഴിക്കോട് മാൻഹോളിൽ വീണുപോയ ഒരാളെ രക്ഷപ്പെടുത്താൻ ഒരു ചെറുപ്പക്കാരൻ, ഓട്ടോറിക്ഷ തൊഴിലാളി, ആ മാൻഹോളിൽ എടുത്തിയാടി. ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ആ മരിച്ചുപോയ ചെറുപ്പക്കാരന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ എൻ്റെ ജാതിയെ ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു. നൗഷാദ്. പേര് ശരിയാണ്, നൗഷാദാണ്. ആ നൗഷാദിന്റെ വീട്ടിൽ ഞാൻ പോയതാണ് ആ സംഭവം കഴിഞ്ഞതിന് ശേഷം. നമ്മളെല്ലാം അനുശോചിച്ചു, നാട് മുഴുവൻ വേദനിച്ചു. ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഓട്ടോറിക്ഷക്കാരനായ ഒരു DYFI പ്രവർത്തകൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നറിഞ്ഞിട്ട് അതിലേക്ക് ചാടി സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കേണ്ടി വന്നു. പക്ഷെ നമ്മളെല്ലാം അനുശോചിച്ചപ്പോ 4 ചെറുപ്പക്കാർ, അന്ന് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന 4 പേരാണ് അവസാന വർഷ വിദ്യാർത്ഥികൾ. ഗവേഷണ ബുദ്ധിയോടുകൂടി അവരാലോചിച്ചു, അവരങ്ങനെയാണ് ചിന്തിച്ചത്, ഈ മാൻഹോളിൽ ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്ത് പാവപ്പെട്ടവരും ഇടത്തരക്കാരും ഉൾപ്പെടെയുള്ള നിഷ്കളങ്കരായ മനുഷ്യർ അതിൽ കയറി പലപ്പോഴും മരിച്ചു പോകുന്നു. എന്താണ് വഴി എന്നവരന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ നിന്നാണ് അവർ പുതിയ കണ്ടെത്തൽ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് അവർ കണ്ടെത്തി. അതായത് മനുഷ്യൻ ഇനി മാൻഹോളിൽ ഇറങ്ങേണ്ടതില്ല. റോബോട്ടിക് സിസ്റ്റം അനുസരിച്ച് ഒരു യന്ത്രം അവരുണ്ടാക്കി. ഗവൺമെന്റിനോട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടപ്പ് മിഷനോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് യന്ത്രം ഉണ്ടാക്കാൻ പറ്റും, അതിന് ഞങ്ങൾക്ക് സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ വാട്ടർ അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. അങ്ങനെ വാട്ടർ അതോറിറ്റി അവരും കൂടി ചേർന്ന് റോബോട്ടിക്സ് ഉണ്ടാക്കി. ഒരു കമ്പനി അവർ രജിസ്റ്റർ ചെയ്തു, 4 ആളും. എന്നിട്ട് ഇപ്പോഴേ ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിലെ മാൻഹോൾ വൃത്തിയാക്കുന്നത് ഇവരുടെ റോബോട്ടിക്സ് ഉപയോഗിച്ചിട്ടാണ്. അതാണ് ഞാൻ ഒറ്റ ഉദാഹരണം പറയും. ഇങ്ങനെയുള്ള 7000 ഉദാഹരണമുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഉദാഹരണമല്ല, 7000 ഉദാഹരണമുണ്ട്. ഇനി എത്രയിലേക്ക് വരണം? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എത്ര? ഉന്നം 20,000ആണ്. ഇപ്പോഴും സഖാക്കളെ, സുഹൃത്തുക്കളെ, 400 ആളുകൾ ഇപ്പോഴവിടെ ജോലി ചെയ്യുകയാണ്. 400 ആളുകൾ, 4 ആള് തുടങ്ങിയതാണ്. ആ 4 ആളുകൾ തുടങ്ങിയിട്ടുള്ള ഇപ്പോഴും ഇന്ത്യയിലും ലോകത്തും ശ്രദ്ധയാകർഷിച്ച ആ പുതിയ കണ്ടെത്തൽ, നമ്മുടെ ആമയിഴഞ്ചാന്റെ അരിപടിയില്ലേ, അവിടെ ഈ വൃത്തിയാക്കുന്നത് ഇതേ റോബോട്ടിക്സ് ഉപയോഗിച്ചില്ല. ഇപ്പോ പുതിയ മനുഷ്യൻ ഇറങ്ങേണ്ട കാര്യമില്ല ഇനി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ഉതകുന്ന തൊഴിലില്ലായ്മ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കുക മാത്രമല്ല, ഒരു പുതിയ തലത്തിലേക്ക് കേരളത്തെ വികസിപ്പിക്കാൻ സാധിക്കുന്ന നിരവധി കണ്ടെത്തലുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും, കേരളത്തിന് സാധിക്കും. അത് 7000-ൽ നിൽക്കുകയാണ്. നമ്മൾ അതിനെയും മുന്നോട്ടേക്ക് പോകണം. 20,000-ൽ എത്തണം 31-ൽ എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അതിലെത്തിയാൽ നമുക്ക് തൊഴിലില്ലായ്മ പ്രശ്നം ഉൾപ്പെടെ വളരെ വേഗം പരിഹരിക്കും. പിന്നെ ഐഡിയ മാത്രം പോരല്ലോ, പുതിയ ആശയം പോരല്ലോ, അതിന് വേണ്ടി വരുന്ന പണം വേണം. അപ്പൊ നമ്മളോട് പറയാറുണ്ട് കേരളത്തിന് ഇവിടുന്നാണ് പണം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, കേരളത്തിന്
എത്ര പണം വേണോ അത്രയും പണം കിട്ടും. ഞാനിത് വെറുതെ പറയുന്നൊന്നുമല്ല. എത്ര വേണോ നമുക്ക് പണം അത്രയും കിട്ടും. എന്താ കാരണം? നമ്മുടെ മുമ്പത്തെ ചിത്രം അങ്ങോട്ട് മാറി. വ്യവസായ സൗഹൃദം മാറായിട്ട് കേരളത്തെ മാറ്റി. ആരും ഏത് വ്യവസായിയും മൂലധന നിക്ഷേപത്തിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമായി കേരളം മാറി. ഇതിനിടെ ജനമുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ സഖാവ് പിണറായി, എന്റെ ജാഥ അപ്പുറത്തായിരുന്നു, കാസർഗോഡ് മുതൽ പാലക്കാട് വരികയും, ആ ഉദ്ഘാടന പ്രസംഗത്തിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം രാവിലെ നമ്മുടെ മന്ത്രി രാജീവൻ വിളിച്ചു, നിങ്ങളൊന്ന് കാണണം, ഒരാള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരി, വന്നോന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. രാവിലെ വന്നതിന് ശേഷം ചോദിച്ചു, എന്താ വന്നേ? പരിചയപ്പെട്ടു. അപ്പൊ മലയാളിയല്ല, ഇന്ത്യക്കാരൻ തന്നെയാണ്, മലയാളിയല്ല. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങോട്ട് ഇവിടെ വ്യവസായം തുടങ്ങാൻ വന്നത്? അപ്പൊ പിണറായിയോട് പറയാ, ഇന്ത്യയിൽ വർഗീയ കലാപവും സംഘർഷവും ഇല്ലാതെ സമാധാന അന്തരീക്ഷത്തിൽ വ്യവസായം നടത്താൻ കഴിയുന്ന ഏറ്റവും ശ്രദ്ധേയമായ നാട് കേരളമാണ് എന്നെനിക്ക് മനസ്സിലായി എന്നാണ്. അവസാനം ചോദിച്ചു, എത്രയാ നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോഴാണ് പിണറായി തന്നെ അത്ഭുതപ്പെട്ടു പോയത്. 3 ലക്ഷം കോടി നിക്ഷേപിക്കുക. 100 ഏക്കർ സ്ഥലം വേണമെന്നാണ് അവരിപ്പം പറയുന്നത്. 5-10 ലക്ഷം ആൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഒരു പുതിയ തലത്തിലേക്ക് കേരളം മാറുകയാണ്. ദാവോസ് സമ്മേളനത്തിൽ പോയി രാജീവൻ തിരിച്ചു വന്നപ്പോൾ രാജീവൻ പറഞ്ഞു, 1.18 ലക്ഷം കോടിയുടെ നിക്ഷേപം പുതുതായിട്ട് കിട്ടിയെന്നും ഈ കേരളത്തിൽ ആയിരക്കണക്കിന് ആൾക്ക് ജോലി കിട്ടും. പുതിയ പഴയ രീതിയിലുള്ള വ്യവസായങ്ങളൊന്നും കേരളത്തിൽ അതിന് സാധ്യതയില്ല. ആധുനിക വ്യവസായങ്ങളാണ്, പ്രകൃതിക്ക് യോജിച്ച വ്യവസായങ്ങളാണ്. IT ആണ് പ്രധാനപ്പെട്ട വ്യവസായ ശൃംഖലയായിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ മാത്രമല്ല, ഐഡിയ ഉണ്ടായാലും പണം വേണം കുറെ കാര്യങ്ങൾ ചെയ്യാൻ. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ തീരുമാനിച്ചു, ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തണം. കൊച്ചിയിൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തി. എന്നിട്ട് 26 രാജ്യങ്ങളിൽ നിന്നായിട്ട് 2500 പ്രതിനിധികൾ വന്നു. അവർ 2 ദിവസം അവിടെ കൂടിയിരുന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വകുപ്പ് മന്ത്രി എല്ലാം ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം പോയി. 2ാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് ബോണ്ട് നൽകി 1,52,000 കോടി കേരളത്തിൽ നിക്ഷേപിക്കാം എന്ന ഉറപ്പ് കിട്ടി. 1,52,000 കോടി. അതിനുശേഷം 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ രാജീവനോട് ചോദിച്ചു, ഇപ്പോഴെന്താ സ്ഥിതി? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, 2 ലക്ഷം കോടിയായി അത് ഉയർന്നു. 2 ലക്ഷം കോടി. ഈ 2 ലക്ഷം കോടി ഉറുപ്പികയുടെ 27% പ്രൊജക്ട് ഇപ്പോൾ ആരംഭിച്ചു. കേവലമായിട്ട് ഒരു ഓഫർ കിട്ടിയത് മാത്രമല്ല, ഈ 2 ലക്ഷം കോടി ഉറുപ്പികയുടെ ഓഫറിന്റെ ഭാഗമായി അതിന് 27% പ്രൊജക്ടുകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കേരളം മാറും എന്നുള്ളതിന് വല്ല തർക്കമുണ്ടോ? നമുക്ക് മാറ്റാനാവും എന്നുള്ള കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ? വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമാണ് ഈ കേരളം. ആരോഗ്യ മേഖലയിൽ അമേരിക്കയേക്കാൾ മുന്നിൽ നിൽക്കുകയാണ് പല കാര്യത്തിലും ഈ കേരളം. അവർക്ക് വിസ്മയമാണ് കേരളത്തെ. കേരളം ഒരു രാജ്യമാണെന്നാണ് അമേരിക്കക്കാർ പലപ്പോഴും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാഗസിനിൽ പോലും എഴുതുന്നത്. വിസ്മയം പൂണ്ട് അവരെഴുതിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കോവിഡ് പശ്ചാത്തലത്തെ അഭിമുഖീകരിച്ചപ്പോൾ. എല്ലാ തലങ്ങളിലും കേരളം മുമ്പിലാണ്. പാർപ്പിട പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ബദൽ മാതൃക ഉപയോഗിച്ച് 5,364,000 വീട് പൂർത്തിയാക്കി ഒരു നിശ്ചിത തീയതിക്ക്. ഇനി 1 ലക്ഷത്തിലധികം വീട് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. 6 ലക്ഷത്തിലധികം വീട് പാവപ്പെട്ട മനുഷ്യർക്ക് സൗജന്യമായി നിർമ്മിച്ചു കൊടുത്ത മുതലാളിത്ത സമൂഹത്തിലെ ഒരേ ഒരു നാട് ഈ കേരളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അതിദാരിദ്ര്യം അവസാനിപ്പിച്ചത് മാത്രമല്ല, ലോകത്തിന് മുമ്പിലുള്ള നമ്മുടെ റെക്കോർഡ്. അത് വിദ്യാഭ്യാസ മേഖലയിലുണ്ട്, ആരോഗ്യ മേഖലയിലുണ്ട്, സേവന മേഖലയിലുണ്ട്. എല്ലാ തലങ്ങളിലും കേരളം ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഈ കൂടുതൽ വിശദീകരിക്കുന്നതിന് ഒരുപാട് നേതാക്കൾ ഇവിടെ പ്രസംഗിക്കാറുണ്ട്. നമ്മൾ ഈ പശ്ചാത്തലത്തെ ഉപയോഗപ്പെടുത്തി
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാം ടേം കഴിഞ്ഞ് രണ്ടാം ടേം തുടർച്ച വന്നപ്പോ നമ്മുടെ വികസന പ്രക്രിയയിൽ വമ്പിച്ച കുതിപ്പ് നമുക്ക് നേടാനായി. അത് കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സേവന മേഖലയിലും എല്ലാം എല്ലാ മേഖലയിലും എന്ന് പറഞ്ഞാൽ മതി, സർവതല സ്പർശിയായ മേഖലയിൽ നമുക്ക് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കും.